ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ അവസാന മണിക്കൂർ 39. ജപമാലയും പിശാചും. എൻ്റെ മകളെ, സ്വർണ്ണനിർമ്മിതമായ ആലയങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് നീ എൻ്റെ മക്കളോട് പറയണം. ദൈവത്തിന് വലിയ ദൈവാലയങ്ങളോ അതിനുള്ളിലെ ഗംഭീരമായ ചുവർ ചിത്രങ്ങളോ ആവശ്യമില്ല. തൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുള്ള ആത്മാക്കളെയാണ് അവിടുന്ന് അന്വേഷിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ജപമാലയിലെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാതെ യാന്ത്രികമായി ചൊല്ലുന്ന ജപമാലകളിലൂടെ ഒരുതരം വഞ്ചനാത്മകമായ നിഷ്ക്രിയത്വത്തിൽ എൻ്റെ മക്കളെ തളച്ചിട്ടുകൊണ്ട് പിശാച് അവരെ അനായാസം വഞ്ചിക്കുന്നു. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തങ്ങൾ നല്ല ക്രിസ്ത്യാനികളാണെന്ന് സ്വയം വിശ്വസിക്കുന്നതിലേക്ക് അവൻ അവരെ നയിക്കുന്നു. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്നു, നിങ്ങൾ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തെത്തുകയോ രക്ഷ കണ്ടെത്തുകയോ ചെയ്യുകയില്ല. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യം. ജാഗരൂകരായിരിക്കുവിൻ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ.